ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. കോക്കോസ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പം ഫ്രൈഡേ ആണ്. എനിക്ക് ഡ്യൂട്ടിക്ക് പോകാനുള്ള സമയം 12:45 ആയിട്ടുണ്ട്. 1 മണിക്ക് ഡ്യൂട്ടിക്ക് കയറണം. അപ്പോൾ പോകുന്നതിന് മുമ്പുള്ള എൻ്റെ ഒരുക്കങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണിക്കാം. അപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. 1 മണിയാകുമ്പോൾ മാമ എനിക്ക് മെസ്സേജ് അയക്കും. അപ്പോൾ ഞാൻ 1 മണിക്ക് പോയിട്ട് 3-3:30 ആകുമ്പോഴത്തേന് തിരിച്ചു വരും. ഇൻഷാ അല്ലാഹ് വരുമ്പോൾ കാണാം. 3 മണി കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ എനിക്കടുത്ത് പറഞ്ഞായിരുന്നു 3 മണി കഴിയുമ്പോൾ ഞാൻ ഇറങ്ങും, അപ്പോൾ പുറത്തുവന്ന് നിൽക്കണേന്ന്. പിന്നെ ഉച്ചവരെ ഉള്ളത് കൊണ്ട് ഇന്ന് വേസ്റ്റൊക്കെ കുറവായിരുന്നു. അതുകൊണ്ട് ചെറിയ വേസ്റ്റ് മാത്രമേ ഉള്ളൂ. അത് പിന്നെ നമ്മൾ പുറത്തിറങ്ങി കൊണ്ട് കളയണം. പിന്നെന്താണ്, ഭയങ്കര വെയിലാണ് കേട്ടോ. പുറത്തിറങ്ങാൻ പറ്റാത്ത വെയിലും ചൂടുമാണ്. പിന്നെ നമ്മളിപ്പോൾ ശീലമായി തുടങ്ങി. പെട്ടെന്ന് റൂമിലോട്ട് അങ്ങ് ഓടിപ്പോവാണ്, കാരണം അത്രയ്ക്ക് പൊള്ളും. പുറത്തിറങ്ങി നിൽക്കാൻ പറ്റൂല. അപ്പം നിൽക്കുക എന്നെ വെയിറ്റ് ചെയ്തായിരുന്നു കുറച്ച് നേരം ഇവിടെ പുറത്ത് നിന്ന്. ഒരു 6-6:30 ആകുമ്പോഴത്തേനും കുറച്ച് വെയിലൊന്ന് താരും. പക്ഷെ പുറത്ത് നല്ല ചൂടുണ്ട് കേട്ടോ. പുറത്ത് നല്ല ചൂടാണ്. അന്നേരം ആലോചിക്കും ഈ പുറത്ത് ജോലി ചെയ്യുന്നവരുടെ അവസ്ഥ എന്താണ്. ഈ ചൂടത്ത് എത്ര അവർ വർക്ക് ചെയ്യണില്ലേ, കഷ്ടം തോന്നും. അപ്പം വൈകുന്നേരം ഒന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ്. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് ഇവിടെ കുറച്ച് അപ്പുറത്തുണ്ട്. അപ്പോൾ ഇന്ന് നടന്ന് അങ്ങോട്ട് പോവുക. ഞങ്ങൾ ഇക്ക സൈക്കിളിലാണ്, ഞാൻ നടന്നു പോവുക. ഇക്കായ്ക്കൊരു സൈക്കിളുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ വന്നപ്പോൾ മേടിച്ച സൈക്കിളാണ്. അപ്പം ഇവിടെ അടുത്ത് എവിടെയെങ്കിലും പോകണമെങ്കിലും പള്ളിയിൽ പോകണമെങ്കിലും ഈ സൈക്കിളിലാണ് പോകുന്നത്. അപ്പം ഇക്ക സൈക്കിളുമായിട്ട് ഫ്രണ്ടിൽ പോകും, ഞാൻ ബാക്കിൽ നടന്നു പോകും. അപ്പോൾ ഈ വൈകുന്നേരങ്ങളിലൊക്കെ ഇറങ്ങുമ്പോൾ ഒരു എക്സസൈസും കൂടെ ആവുമല്ലോ. പിന്നെ ഹൈവേയിൽ ഭയങ്കര തിരക്കാണ് വണ്ടികളുടെയൊക്കെ. അപ്പം നമ്മളത് സൂക്ഷിച്ചാണ് സൈഡിൽ കൂടിയേ പോകാൻ പറ്റത്തുള്ളൂ. ഇതിലേക്കൂടെ ഒന്നും അങ്ങനെ സൈക്കിൾ ചവിട്ടി പോകാൻ പാടില്ല. നമ്മൾ പിന്നെ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ പതിയെ വരും. ഞാൻ അടുത്തുള്ള ഈ ഷോപ്പിലാണ് വരുന്നത്. ഇതൊരു 5 റിയാൽ ഷോപ്പാണ്. ഇവിടെ ഏകദേശം കുറേ സാധനങ്ങളൊക്കെ എല്ലാം 5 റിയാൽ അങ്ങോട്ടുള്ള റേറ്റേ ഉള്ളൂ. പിന്നെ അത്യാവശ്യം വേണ്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ഇവിടെ വന്നൊക്കെ മേടിക്കാൻ തീരുവാണെങ്കിൽ റൂമിൽ. മറ്റേ നമ്മൾ നെസ്റ്റോയിലും ലുലുവിലൊക്കെ ഇടയ്ക്കൊക്കെ പോകത്തുള്ളൂ. അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ തീരുമ്പം ഇവിടെ വന്ന് മേടിക്കാൻ പറ്റും. ഈ ഇരിക്കുന്ന പ്രോഡക്റ്റ്സ് എല്ലാം 5 റിയാലിൻ്റെയാണ്. ബ്യൂട്ടി സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ നമുക്കൊരു ഭംഗിയില്ല, ഇഷ്ടമാണ് ഇതൊക്കെ നോക്കാൻ വരാൻ തന്നെ. ഇത് കൊച്ചൊരു കടയാണ്, പക്ഷെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്, ഇഷ്ടം പോലെ. പിന്നെ അത്യാവശ്യം സോപ്പ് പൊടി വേണമായിരുന്നു, അത് പിന്നെ ഒരു പാക്കറ്റ് എടുത്ത്. പിന്നെ വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു കടയിലുണ്ട്. എല്ലാ സാധനങ്ങളും ഉണ്ട്, സ്നാക്സ് ഐറ്റംസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മൾ പിന്നെ കുറച്ച് സാധനങ്ങളെ മേടിച്ചുള്ളൂ. കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് ബില്ല് ചെയ്തങ്ങ് ഇറങ്ങി അവിടെ നിന്ന്. പിന്നെ എൻ്റെ തൊട്ടിപ്പുറത്തൊരു ഷോപ്പുണ്ട്. ഇവിടെ നല്ല സാൻഡ്വിച്ചാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ സാൻഡ്വിച്ച് കഴിക്കാൻ. പിന്നെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഓരോ സാൻഡ്വിച്ച് മേടിച്ച് ഇവിടെ ഒരു സ്ഥലമുണ്ട്, അവിടെ ഇരുന്ന് കഴിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ റൂമിലോട്ട് തിരിച്ചു പോകത്തുള്ളൂ. അപ്പോൾ പിന്നെ സാധനമൊക്കെ ആയിട്ട് സൈക്കിളിലോട്ട് അങ്ങ് പോകും. ഞാൻ പുറകെ ഒരരുവ് ചേർന്ന് ഇങ്ങനെ നടന്നു
ഞാനും അങ്ങ് നടക്കുകയാണ്. പതിയെ പോകുന്നുള്ളൂ നടന്ന്, കാരണം ഭയങ്കര സ്പീഡിനാണ് വണ്ടികളൊക്കെ വരുന്നത്. പിന്നെ ഇവിടെ അടുത്തൊരു വില്ലേജ് ഉണ്ട്, ഒരു റെസ്റ്റോറൻ്റാണ്, നമ്മുടെ റൂമിനടുത്താണ്. പിന്നെ അതാണ്ട് നമ്മുടെ അറബി വീട്ടിലെ കൊട്ടാരം. പിന്നെ ഈ ഷട്ടറിൻ്റെ ഒരു കീ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പം നമുക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരെണ്ണം തന്നിരിക്കുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ റൂമിലോട്ട് പോവുകയാണ്. അപ്പം നമ്മുടെ വീഡിയോസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും കമൻറ്റും ചെയ്യണം. കൊക്കോസും ബ്ലൂ പെണ്ണും റൂമിലുണ്ട്, സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും.